തിസ്ര പഞ്ചാരി എന്താണെന്നറിയാവോ ശ്യാമിന്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അതെന്താന്ന്. എനിക്കും അറിയില്ല, ബീന ചേച്ചിയോട് ചോദിക്കാം. ഉത്സവപ്പറമ്പുകളിൽ ആവേശം വിതറുന്ന മേളപ്പെരുക്കങ്ങൾക്ക് പുതിയൊരു ഭാവം നൽകി വാദ്യകലാകാരൻ കലാനിലയം അനിൽ അവതരിപ്പിച്ച തിസ്ര പഞ്ചാരി തരംഗമാകുന്നു. പതിവ് ശൈലികളിൽ നിന്ന് മാറി താളത്തിലും രാഗത്തിലും വരുത്തിയ പുതുമകളാണ് ഈ മേളത്തെ സവിശേഷമാക്കുന്നത്. കാണാം. സാധാരണയായി 5 നടകളിലായി ചിട്ടപ്പെടുത്തുന്ന മേളങ്ങൾ ചതുരശ്ര നടയിലാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തിസ്ര നടയിൽ അക്ഷരകാലങ്ങളെ വിന്യസിച്ചാണ് അനിൽ തിസ്ര പഞ്ചാരി രൂപപ്പെടുത്തിയത്. നമ്മൾ ഈ ഒരു മേളം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 2022 ജൂലൈ മാസം തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ്. വാദ്യകലയിലെ ഇന്ന് നിലവിലുള്ള ഒരുവിധം എല്ലാ പ്രഗത്ഭരായ ആളുകളും പങ്കെടുത്ത വേദിയിൽ വെച്ച് നമ്മൾ ഈ ഒരു മേളം ആദ്യമായി അവിടെ അവതരിപ്പിച്ചു. അന്നത്തെ അവതരണത്തിന് ശേഷം നടന്ന വിശകലന യോഗത്തിലും വളരെ നല്ലൊരു അഭിപ്രായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായൊരു മേളമാണ്. എറണാകുളം ജില്ലയിലെ ഊരമന സ്വദേശിയായ അനിലിന് ചെണ്ട, ഇടയ്ക്ക, തിമില എന്നിവയിലും ഒരുപോലെ പ്രാവീണ്യമുണ്ട്. ദ്വാദശമേളം എന്ന മറ്റൊരു മേളരൂപവും അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വൈക്കം ക്ഷേത്രകലാപീഠത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. പരമ്പരാഗത വാദ്യകലയുടെ ചട്ടക്കൂടുകൾ ലംഘിക്കാതെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്താമെന്ന് തെളിയിക്കുകയാണ് ഈ കലാകാരൻ. ജനം, കൊച്ചി.